നല്ല ഒന്നാം തരം ചീർപ്പ്. ചീർപ്പുകൾ വേണോ? ചീർപ്പ്. ചേട്ടാ, ഒരു ചീർപ്പ് വന്നേ. ഇതെടുത്തോ. ഒരുപാട് ഗുണങ്ങളുള്ള ചീർപ്പാ ഇത്. ഇത് വളയ്ക്കാം, ഒടിക്കാം, മടക്കാം, കല്ലുകൊണ്ടടിക്കാം, ചുറ്റിക്കൊണ്ടിടിക്കാം, നിലത്തിട്ട് ഉരയ്ക്കാം. ഒന്നും പറ്റില്ല. സോറി, മുടി ചെയ്യുന്ന ചീർപ്പാണെന്നാ ഞാൻ കരുതിയത്. എനിക്ക് വേണ്ട. ഇതുകൊണ്ട് മുടിയും ചെയ്യാം. എന്നിട്ട് വേണം എന്റെ മുടി മുഴുവൻ പിഴുതു പോവാൻ. ഒന്ന് പോയേ. അത്രയും നന്നാക്കി പറയണ്ടായിരുന്നു. ബസ് വരാൻ ഇനിയും സമയമുണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, സമയം എത്രയായി? ഹലോ മോനെ, സമയം എത്രയായി? ഇവൻ എന്താ ചെവി കേട്ടൂടെ? ഹലോ മോനെ, സമയം ടൈം എത്രയായി? ഞാൻ പറയില്ല. ഓ അത് ശരി, വലിയ ഗമയിൽ വാച്ചും കെട്ടി ഇറങ്ങിയതാണല്ലേ. സമയം നോക്കി പറയാൻ അറിയില്ലായിരിക്കും. നാശം, മൊബൈലാണെങ്കിൽ ഓഫായിപ്പോയി. സമയം നോക്കി പറയാനൊക്കെ എനിക്കറിയാം, പക്ഷേ ചേട്ടന് ഞാൻ പറഞ്ഞു തരില്ല. അതുകൊള്ളാലോ, എന്നോട് ശത്രുത തോന്നാൻ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലല്ലോ. അതുകൊണ്ടാ സമയം പറഞ്ഞു തരാത്തത്. അതെ, നിങ്ങൾ എന്നോട് സമയം ചോദിച്ചു, ഞാൻ സമയം പറയും. ബസ് വരാൻ ഇനിയും സമയമുള്ളത് കൊണ്ട് നിങ്ങൾ എന്നോട് പേര് ചോദിക്കും, അപ്പ ഞാൻ പേര് പറയും. ഞാൻ നിങ്ങളുടെ പേര് ചോദിക്കും, അപ്പ നിങ്ങളുടെ പേര് പറയും. അപ്പ നമ്മള് പരിചയപ്പെടും. അന്നേരം നിങ്ങൾ എന്നെ ചായ കുടിക്കാൻ ക്ഷണിക്കും. ഞാൻ ചായ കുടിക്കും. ചായ കുടിച്ച സ്ഥിതിക്ക് നിങ്ങൾ എൻ്റെ വീട് എവിടെയാണെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ എൻ്റെ അഡ്രസ്സ് പറയും. ഒരു ദിവസം നിങ്ങൾ വീട്ടിൽ വരും. അപ്പൊ ഞാൻ കയറിയിരിക്കാൻ പറയും. അപ്പൊ നിങ്ങൾ എൻ്റെ ചേച്ചിയെ കാണും. ചേച്ചി സുന്ദരിയായതുകൊണ്ട് നിങ്ങൾക്ക് ചേച്ചിയെ ഇഷ്ടമാവും. അവളെ കല്യാണം കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. അതിനെന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? ഒരു വാച്ച് പോലും സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത തനിക്ക് എങ്ങനെയാടോ ഞാൻ എന്റെ പെങ്ങളെ കെട്ടിച്ചു തരിക?